നമസ്കാരം, LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊച്ചി പനമ്പിള്ളി നഗറിൽ നവജാത ശിശുവിന്റെ മൃതദേഹം നടുറോഡിൽ എറിഞ്ഞ സംഭവത്തിൽ കുട്ടിയുടെ മാതാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. മൃതദേഹം കിടന്ന റോഡിന് സമീപത്തെ ഫ്ളാറ്റിൽ താമസിക്കുന്ന പെൺകുട്ടിയെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സ്കൂൾ ഉടമകൾ നടത്തിവരുന്ന സമരം തുടരുന്നു. ടെസ്റ്റുകൾ മുടങ്ങിയതോടെ ലൈസൻസ് എടുക്കാനെത്തിയവർ ആശങ്കയിൽ. അങ്കമാലിയിൽ വൻ രാസലഹരി വേട്ട. 200 ഗ്രാം MDMA-യുമായി യുവാവ് പോലീസ് പിടിയിലായി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കൊച്ചി പനമ്പിള്ളി നഗറിൽ നവജാത ശിശുവിന്റെ മൃതദേഹം നടുറോഡിലെറിഞ്ഞ സംഭവത്തിൽ കുട്ടിയുടെ മാതാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. മൃതദേഹം കിടന്ന റോഡിൽ സമീപത്തെ ഫ്ളാറ്റിൽ താമസിക്കുന്ന പെൺകുട്ടിയെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. കൊച്ചി പനമ്പിള്ളി നഗറിൽ നവജാത ശിശുവിന്റെ മൃതദേഹം നടുറോഡിലെറിഞ്ഞ സംഭവത്തിൽ കുട്ടിയുടെ മാതാവിനെ കസ്റ്റഡിയിലെടുത്തു. മൃതദേഹം കിടന്ന റോഡിന് സമീപത്തെ ഫ്ളാറ്റിൽ താമസിക്കുന്ന പെൺകുട്ടിയെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവർ പീഡനത്തിനിരയായതായി സംശയിക്കുന്നുവെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് സംഭവത്തിൽ പങ്കില്ലെന്നും പോലീസ് അറിയിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 8 മണിയോടെയാണ് പനമ്പിള്ളി നഗർ വിദ്യാനഗർ റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടത്. റോഡിലൂടെ വാഹനവുമായി പോയ ഡ്രൈവറാണ് മൃതദേഹം ആദ്യം കണ്ടത്. വിവരമറിഞ്ഞ് പോലീസ് എത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെ സമീപത്തെ ഫ്ളാറ്റിൽ നിന്നും ഒരു പൊതി വലിച്ചെറിഞ്ഞതായി കണ്ടെത്തി. മൃതദേഹത്തിനടുത്ത് നിന്ന് കിട്ടിയ പാർസൽ കവറിലെ അഡ്രസ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയുടെ അമ്മയെ തിരിച്ചറിഞ്ഞത്. ഇവരുടെ ശുചിമുറിയിൽ രക്തക്കറയും കണ്ടു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി കുറ്റസമ്മതം നടത്തി. അതേസമയം കസ്റ്റഡിയിലെടുത്ത പെൺകുട്ടിയെ പ്രസവശേഷമുള്ള ശാരീരികാസ്വസ്ഥതകൾ മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആരോഗ്യനില തൃപ്തികരമായതിനു ശേഷമാകും കൂടുതൽ ചോദ്യം ചെയ്യൽ. കൺഫസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിനകത്ത് വേറൊരു ആംഗിൾ ഉണ്ട്. അത് നിങ്ങൾ ദയവേത് ശ്രദ്ധിക്കണം. ഇതിനകത്തൊരു കോവേർഷൻ അല്ലെങ്കിൽ ഒരു റേപ്പ് എലമെൻ്റ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ദയവേത് നിങ്ങൾ അതിജീവിതയുടെ പേരും മറ്റു വിവരങ്ങളും പബ്ലിഷ് ചെയ്യാതിരിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ അതിജീവിത കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള തുടർ നടപടികൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞിട്ട് ഈ മരണ കാരണം ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. ഇതിനെക്കുറിച്ച് അറിവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പേരൻസിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല. പെട്ടെന്നുള്ള ഒരു പാനിക്കിലായിരിക്കാം. കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഒരു 3 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത്. ഈ പ്രസവം കഴിഞ്ഞ് ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. അങ്ങനെ ഒരു പാനിക് ആയിരുന്നു. പക്ഷെ പേരൻസ് ഇത് അറിഞ്ഞിട്ടില്ല. പേരൻസിന്റെ അറിവോടുകൂടി അല്ല ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്നതാണ് പ്രഥമ അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മൈനർ അല്ല, 23 വയസ്സാണ് പ്രായം. പക്ഷേ അതിജീവിത ഈ ഒരു ആംഗിൾ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ പേര് വിവരങ്ങൾ പുറത്ത് പറയാൻ സാധിക്കില്ല. സർവൈവറിൻ്റെ മൊഴിയെടുപ്പിൽ നിന്ന് അങ്ങനെ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാക്കി വ്യക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. രക്ഷകർത്താക്കൾക്ക് അറിയില്ലായിരുന്നു. പാരൻസിന് അറിയില്ലായിരുന്നു. മരിച്ച കുട്ടി ഇന്ന് രാവിലെയാണ് പ്രസവം നടന്നത്. ഏകദേശം 5 മണിയോടെ. പിന്നെ 8 മണിക്കാണ് ഈ സംഭവം നടന്നത്. അതിനുശേഷം ഇപ്പൊ 3 മണിക്കൂർ വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. ഈ കുട്ടി ഡോർ ലോക്ക് ചെയ്തിട്ട് ബാത്റൂമിനുള്ളിലായിരുന്നു ഈ സംഭവം, ഇൻസിഡന്റ് നടന്നത്. ബാൽക്കണി നടന്നത്. പാരൻസിൻ്റെ കൂടെ തന്നെയാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. വിസിബിൾ അല്ലായിരുന്നു എന്നാണ് പാരൻസ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. വിക്ടിമിന്റെ സ്റ്റേറ്റ്മെന്റ് ലൈവ് ബർത്ത് ആണെന്നാണോ അതോ ചാബിളാണെന്നാണോ? അത് നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റൂ. അത് വെദർ ഇറ്റ് ഇസ് എ സ്റ്റിൽ ബോൺ ചൈൽഡ് ഓർ വെദർ ഇറ്റ് ഇസ് ലൈവ് ബേബി. അതാണ് ഞാൻ പറഞ്ഞത്. അത് ആ ഒരു ഭാഗം നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. കൺഫെഷനിൽ അത് പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഒരു ഷോക്കിലും പാനിക്കിലും ആണ് അതിജീവിതം ഇപ്പോൾ ഇരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ അത് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. മെഡിക്കൽ ചെക്കപ്പ്, ബാക്കി പ്രൊസീജിയർ, അതുപോലെ തന്നെ ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം എല്ലാം അതിൻ്റെ പ്രൊസീജിയറിൽ
ഡിലേ ഇല്ലാതെ തന്നെ നടത്താൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു ടീം പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ പേരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് പ്രഥമ ദൃഷ്ടിയാൽ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ അത് അജിതയും പറയുന്നുണ്ട്. പേരൻസും അത് തന്നെയാണ് കൊറോബറേറ്റ് ചെയ്തിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇരിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റിയിട്ടില്ല. അത് ഡീറ്റെയിൽസ് ഇനി ഫർദർ ഇൻവെസ്റ്റിഗേഷനിലെ പുറത്തു വരികയുള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സ്കൂൾ ഉടമകൾ നടത്തിവരുന്ന സമരം തുടരുന്നു. ടെസ്റ്റുകൾ മുടങ്ങിയതോടെ ലൈസൻസ് എടുക്കാനെത്തിയവർ ആശങ്കയിൽ. ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് സംസ്ഥാനത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും ജീവനക്കാരും നടത്തിവരുന്ന സമരം തുടരുന്നതിനാൽ ടെസ്റ്റിനായി എത്തുന്നവർ നിരാശയോടുകൂടി മടങ്ങേണ്ട അവസ്ഥയാണ്. ഒരു ദിവസം ഒരു കേന്ദ്രത്തിൽ 50 ടെസ്റ്റുകൾ മാത്രമേ നടത്തുവാൻ അനുവദിക്കൂ എന്നാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. സമരം തുടരുന്നത് മൂലം ടെസ്റ്റിനായി എത്തുന്നവർക്ക് നിരാശയോടുകൂടി മടങ്ങേണ്ട അവസ്ഥയാണ്. ഒരു വട്ടം ലേണേഴ്സ് എടുത്തവർക്ക് ഇനിയും ലേണേഴ്സ് എഴുതേണ്ട അവസ്ഥയാണ്. എച്ചും റോഡ് ടെസ്റ്റിനും വേണ്ടി വന്നാണ്. അപ്പോൾ ഇവിടെ സമരം കാരണം ഗ്രൗണ്ട് പൂട്ടിയിട്ടേക്കൊണ്ട് നടത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡേറ്റ് എടുക്കാനാണെങ്കിൽ പുതുക്കി തരുന്ന കാര്യം സംസാരിച്ചപ്പോൾ അവർ ഡേറ്റ് പുതിയത് എടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി 2 മാസം നീളം ചെയ്യും. അതിനുള്ളിൽ ലേണേഴ്സിൻ്റെ കാലാവധി തീരും. ഗ്രൗണ്ടൊക്കെ ഇപ്പോൾ ട്രാക്കൊക്കെ ഇത് കമ്പിയൊക്കെ മാറ്റി ആകെ ഇതാക്കിയിട്ടേക്കൊണ്ട് എച്ചെടുക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അവർ മടങ്ങി പോകേണ്ടി വരും. കുറേ നാളായി ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കണം. ചെങ്ങലിട്ട് പൂട്ടിയേക്കാനാണ്. അങ്കമാലിയിൽ വൻ രാസലഹരി വേട്ട. 200 ഗ്രാം MDMA-യുമായി യുവാവ് പോലീസ് പിടിയിലായി. 200 ഗ്രാം MDMA-യുമായി യുവാവ് പോലീസ് പിടിയിലായി. തോപ്പുംപടിയിൽ താമസിക്കുന്ന കരുനാഗപ്പള്ളി എബനേസർ വില്ലയിൽ വിപിൻ ജോണിനെയാണ് റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും അങ്കമാലി പോലീസും ചേർന്ന് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂരിൽ നിന്നുള്ള ടൂറിസ്റ്റ് ബസ്സിലാണ് വിപിൻ യാത്ര ചെയ്തത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെ അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള റോഡിലായിരുന്നു പരിശോധന. ബാംഗ്ലൂരിൽ നൈജീരിയക്കാരിൽ നിന്നും നേരിട്ടാണ് രാസലഹരി വാങ്ങിയതെന്ന് ഇയാൾ പറഞ്ഞു. പിടികൂടിയ MDMA-ക്ക് 15 ലക്ഷത്തിലേറെ വില വരും. ചെറിയ പാക്കറ്റുകളിലാക്കി വൻ തുകയ്ക്ക് കൊച്ചിയിലാണ് വിൽപ്പന നടത്തുന്നത്. യുവാക്കളാണ് പ്രധാന ആവശ്യക്കാർ. മയക്കുമരുന്ന് കണ്ണിയിലെ പ്രധാന കണ്ണിയാണ് ഇയാളെന്നും ഇതിനു മുമ്പ് ഇത്തരത്തിൽ രാസലഹരി കടത്തിയിട്ടുണ്ടെന്നുമാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. വ്യത്യസ്ത രീതിയിലാണ് വിപിൻ മയക്കുമരുന്ന് കൊണ്ടുവന്നിരുന്നത്. ഇക്കുറി 3 പാക്കറ്റിൽ പൊതിഞ്ഞ് പിടിക്കപ്പെടാതിരിക്കാൻ ബാഗിലെ പ്രത്യേക അറയിലാണ് സൂക്ഷിച്ചിരുന്നത്. പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പറവൂർ ഗോതുരത്തിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി കുഴഞ്ഞു വീണു മരിച്ചു. സൂര്യാഘാതം ഏറ്റുവെന്ന് സംശയിക്കുന്നതായി ബന്ധുക്കൾ. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഗോതുരത്ത് കോണത്ത് തോമസ് ആണ് കുഴഞ്ഞു വീണു മരിച്ചത്. 64 വയസ്സായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30യോടുകൂടി തൊഴിൽ സ്ഥലത്തു നിന്നും വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് തോമസ് കുഴഞ്ഞു വീണത്. ആദ്യം പറവൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് എറണാകുളം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും വെള്ളിയാഴ്ച രാവിലെ മരണമടയുകയായിരുന്നു. തോമസിന്റെ മരണം സൂര്യാഘാതമേറ്റതിനെ തുടർന്നാണെന്ന് സംശയിക്കുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. പറവൂർ പാലത്തിന്റെ ഉയരക്കുറവ്. കളക്ടറേറ്റിൽ വെള്ളിയാഴ്ച നടത്താനിരുന്ന ചർച്ച ശനിയാഴ്ചത്തേക്ക് മാറ്റി. ദേശീയപാത 66-ൽ പുതിയതായി നിർമ്മിക്കുന്ന പറവൂർ പാലത്തിന് ഉയരക്കുറവാണെന്ന പരാതിയെ തുടർന്ന് ജില്ലാ കളക്ടർ വെള്ളിയാഴ്ച വിളിച്ച യോഗം ശനിയാഴ്ചത്തേക്ക് മാറ്റിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. അടിയന്തര പ്രാധാന്യമുള്ള മീറ്റിംഗുകൾ വെള്ളിയാഴ്ച നടന്നതിനാലാണ് യോഗം ശനിയാഴ്ചത്തേക്ക് മാറ്റിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2-നാണ് യോഗം ചേരുന്നത്. പറവൂർ നഗരസഭ, സമീപ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊച്ചി പനമ്പിള്ളി നഗറിൽ നവജാത ശിശുവിന്റെ മൃതദേഹം നടുറോഡിൽ എറിഞ്ഞ സംഭവത്തിൽ കുട്ടിയുടെ മാതാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. മൃതദേഹം കിടന്ന റോഡിന് സമീപത്തെ ഫ്ളാറ്റിൽ താമസിക്കുന്ന പെൺകുട്ടിയെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സ്കൂൾ ഉടമകൾ നടത്തിവരുന്ന സമരം തുടരുന്നു. ടെസ്റ്റുകൾ മുടങ്ങിയതോടെ ലൈസൻസ് എടുക്കാനെത്തിയവർ ആശങ്കയിൽ. അങ്കമാലിയിൽ വൻ രാസലഹരി വേട്ട. 200 ഗ്രാം MDMA-യുമായി യുവാവ് പോലീസ് പിടിയിലായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.